ഗ്യാമറ്റോജെനിസിസിനെ കുറിച്ചാണ് ഈ സെഷൻ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ സ്പെർമാറ്റോജെനിസിസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിസ്കസ് ചെയ്യും. ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. മെയിൽ ഗ്യാമേറ്റ് സ്പേം, ഫീമെയിൽ ഗ്യാമേറ്റ് ഓവം. മെയിൽ ഗ്യാമേറ്റിൻ്റെ ഫോർമേഷൻ ദാറ്റ് ഈസ് നോൺ ആസ് സ്പെർമാറ്റോജെനിസിസ്. ദെൻ ഓവത്തിൻ്റെ ഫോർമേഷൻ ദാറ്റ് ഈസ് നോൺ ബൈ ദ നെയിം oogenesis. ഈ രണ്ട് പ്രോസസ്സുകളും ബോത്ത് ദീസ് പ്രോസസ്സസ് ഒക്കർ ഇൻ ദ റെസ്പെക്റ്റീവ് ഗൊണാഡ്സ്. അപ്പം മെയിലിൻ്റെ ഗൊണാഡ്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. അപ്പോൾ സ്പെർമാറ്റോജെനിസിസ് സംഭവിക്കുന്നത് ടെസ്റ്റിസിനകത്താണ്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ടെസ്റ്റിസിനകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് സ്പെർമാറ്റോജെനിസിസ് സംഭവിക്കുന്നത്. ഇനി oogenesisൻ്റെ കേസ് ആണെങ്കിൽ ഓവറിയിൽ വെച്ചിട്ടാണ് ഈ പർട്ടിക്കുലർ പ്രോസസ്സ് സംഭവിക്കുന്നത്. സ്പെർമാറ്റോജെനിസിസും oogenesisസും സംഭവിക്കുന്നത് അല്ലെങ്കിൽ സ്പേമും ഓവും ഉണ്ടാവുന്നത് ഒരു പ്രിക്കേഴ്സർ സെല്ലിൽ നിന്നാണ്. ദാറ്റ് പ്രിക്കേഴ്സർ സെൽ ഈസ് നോൺ ആസ് പ്രൈമോഡിയൽ ജേം സെൽസ്. പ്രൈമോഡിയൽ ജേം സെൽസ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണ്. ഒരു ഹ്യൂമൻ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ പ്രൈമോഡിയൽ ജേം സെൽസ് ടെസ്റ്റിസിലും അതുപോലെ തന്നെ ഓവറിയിലും വന്ന് ട്രാൻസ്ഫോർമേഷൻ നടന്ന് അവ സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ ഊഗോണിയ എന്ന് പറയുന്ന സെൽസായിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ ഈ സ്പെർമാറ്റോഗോണിയ, ഊഗോണിയ പ്രൈമോഡിയൽ ജേം സെൽസിൽ നിന്ന് ഡിറൈവ് ചെയ്ത സെൽസാണ്. അവയുടെ പ്ലോയിഡിയും ഡിപ്ലോയിഡാണ്. അതായത് ലൈക്ക് ദ പ്രൈമോഡിയൽ ജേം സെൽസ് ദേ ഓൾസോ പൊസസ് ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ്. In the case of humans, the diploid number is 23 pairs or 46 chromosomes. അപ്പോൾ ഇവയ്ക്കും എന്തുണ്ട്? 46 ക്രോമസോംസ് ഉണ്ട്. ഇനി ഗ്യാമറ്റോജെനിസിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ ഊഗോണിയ സെൽസ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് റിഡക്ഷൻ ഡിവിഷന് മിയോസിസിന് വിധേയമാവുന്നു. ദേ അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ ഓർ മിയോസിസ്. അപ്പോൾ ഇവയുടെ ക്രോമസോം നമ്പർ റെഡ്യൂസ് ചെയ്ത് രണ്ട് തരത്തിലുള്ള സെൽസ് ഉണ്ടാവുന്നു, സ്പേംസും ഓവവും. സ്പേം വിത്ത് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ്, ദെൻ ഓവം വിത്ത് ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ്. അപ്പോൾ ഇവിടെ പ്ലോയിഡി റെഡ്യൂസ്ഡ് ആയിട്ട് ആണ് വരുന്നത്. സ്പെർമാറ്റോഗോണിയ, ഊഗോണിയ എന്ന് പറയുന്ന സെൽസിൽ നിന്ന് സ്പേമും ഓവവും ഉണ്ടാവുമ്പോൾ പ്ലോയിഡി റെഡ്യൂസ്ഡ് ആവുന്നു. ഇങ്ങനെ ഉണ്ടായ പ്ലോയിഡിയിൽ ഉണ്ടായ നഷ്ടം, അതായത് ഗ്യാമറ്റോജെനിസിസിൻ്റെ ഫലമായിട്ട് പ്ലോയിഡി റെഡ്യൂസ്ഡ് ആയിപ്പോയി, അത് റീഗെയിൻ ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ വഴിയാണ്. ഒരു സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ, അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള രണ്ട് സെൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് വഴിയാണ് ഈ ലോസ് ആയി പോയിട്ടുള്ള പ്ലോയിഡി റീഗെയിൻ ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ പ്രോസസ്സിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് സ്പേംസ് ദെൻ ഒക്കർ ഇൻ ദ മെയിൽ ഗോണാഡ് ദാറ്റ് ഈസ് ടെസ്റ്റിസ്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ ടെസ്റ്റിസിനകത്തുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ വെച്ചിട്ടാണ് ഗ്യാമറ്റോജെനിസിസ് മെയിൽസിൽ സംഭവിക്കുന്നത്. മൂന്ന് തരത്തിലുള്ള സ്റ്റെപ്സ് ആണ് ഇതിനുള്ളത്. ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ഫേസ് ഓഫ് ഗ്രോത്ത്, ദെൻ ഫേസ് ഓഫ് മച്ചുറേഷൻ. ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കേസ് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പ്രൈമോഡിയൽ ജേം സെൽസ് ആണ് ഗ്യാമറ്റോജെനിസിസിൻ്റെ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത്. എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏർലി ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ ഈ പ്രൈമോഡിയൽ ജേം സെൽസ് ടെസ്റ്റിസ് വന്ന് ലൊക്കേറ്റ് ചെയ്യുന്നു, അവ ട്രാൻസ്ഫോർമേഷന് വിധേയമാകുന്നു, എന്നിട്ട് സ്പെർമാറ്റോഗോണിയം എന്ന് പറയുന്ന ഡിപ്ലോയിഡ് സെൽസായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സ്പെർമാറ്റോഗോണിയം എന്നുള്ളത് സിംഗുലറാണ്. ഇതുപോലുള്ള ഇഷ്ടംപോലെ സെൽസ് ഉണ്ടാവും. അവ പ്ലൂറൽ ഫോം സ്പെർമാറ്റോഗോണിയ എന്ന് അറിയപ്പെടും. അപ്പോൾ ഈ സ്പെർമാറ്റോഗോണിയം റിപ്പീറ്റഡ് റൗണ്ട്സ് ഓഫ് മൈറ്റോസിസിന് വിധേയമാകുന്നു. മൈറ്റോസിസിൻ്റെ പ്രത്യേകത ക്രോമസോം നമ്പറിന് റിഡക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല, ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല.
അപ്പോൾ സ്പെർമാറ്റോഗോണിയത്തിൽ 46 ക്രോമസോംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 23 പെയേഴ്സ് ഉണ്ടായിരിക്കും. 2n നമ്പറാണ് പ്ലോയിഡി. അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻഡായി ഇഷ്ടംപോലെ സെൽസ് ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ റൗണ്ട് മൈറ്റോസിസ് സംഭവിക്കുന്നു. കുറേയേറെ സ്പെർമാറ്റോഗോണിയ ഡെവലപ്പ് ചെയ്യുന്നു. ഇനി ഇതിനകത്തുള്ള ഓരോ സ്പെർമാറ്റോഗോണിയയും ഗ്രോത്തിന് വിധേയമാകുന്നു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഫേസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സ്പെസിഫിക് സെല്ല് മാത്രം, സ്പെർമാറ്റോഗോണിയം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുവാണ്. അതിനകത്ത് അടുത്ത ഫേസ് എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പെർമാറ്റോഗോണിയം മൾട്ടിപ്ലിക്കേഷൻ നടന്ന് ഉണ്ടായ പ്രോഡക്റ്റ്, ആ സ്പെർമാറ്റോഗോണിയത്തിനകത്ത് ഗ്രോത്ത് സംഭവിക്കുന്നു. അതായത് ആ പർട്ടിക്കുലർ സെല്ല്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആ സെല്ല് ന്യൂട്രിയൻസിനെ അക്യൂമുലേറ്റ് ചെയ്ത് വളരുന്നു. അങ്ങനെ വളർന്ന ആ സെല്ലിന് പറയുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. സ്പെർമാറ്റോഗോണിയം ഗ്രോത്തിന് വിധേയമായി ഉണ്ടായതാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ പിന്നീട് മൂന്നാമത്തെ ഫേസ്, ദാറ്റ് ഈസ് മച്ചുറേഷൻ ഫേസ്, അത് നടക്കുന്നു. അപ്പോൾ മച്ചുറേഷൻ ഫേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മിയോസിസ് ആണ്. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷനാണ്. അതായത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റെ 2n നമ്പർ ഓഫ് ക്രോമസോംസ് ഈ ഡിവിഷൻ കഴിയുമ്പോഴേക്കിന് ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിൽ n നമ്പറായിട്ട് ചുരുങ്ങുന്നു. അപ്പോൾ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നുണ്ടായ 2 സെൽസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവയുടെ ക്രോമസോം നമ്പർ ശ്രദ്ധിക്കുക, ഹാപ്ലോയിഡ് നമ്പറാണ് ഉള്ളത്. അതായത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് 46 ക്രോമസോംസ് ഉണ്ടായിരുന്നു. ഇവിടെ ഈ 2 സെൽസിന് 23 ക്രോമസോംസേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടായ ഹാപ്ലോയിഡ് സെൽസിന് പറയുന്ന പേരാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഇനി ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് മച്ചുറേഷൻ്റെ അടുത്ത ഫേസിലേക്ക് പോകുന്നു. അതായത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ്റെ പ്രത്യേകത, അവിടെ റിഡക്ഷൻ ഡിവിഷൻ ഒന്നുമില്ല, ക്രോമസോം നമ്പറിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല, ജസ്റ്റ് സെൽസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ 4 സെൽസാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 2 എന്നുള്ള കണക്കിൽ 4 സെൽസ് ഉണ്ടാകുന്നു, ഹാപ്ലോയിഡ് സെൽസ്. ഇങ്ങനെ ഉണ്ടാകുന്ന സെൽസിന് പറയുന്ന പേരാണ് സ്പെർമാറ്റിഡ്സ്. ഈ സ്പെർമാറ്റിഡ്സ് പിന്നീട് ഫങ്ഷണൽ സ്പേംസ് ആയിട്ട് മാറുന്നു. സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്നത് സ്പെറിക്കൽ സെൽസ് തന്നെയാണ്. ആ സ്പെറിക്കൽ സെൽസിൽ പിന്നീട് ട്രാൻസ്ഫോർമേഷൻ നടന്ന് സ്പേമിൻ്റെ ഹെഡ്, മിഡിൽ പീസ്, ടെയില് ഇതുപോലുള്ള സ്ട്രക്ചറൽ ഡിഫറൻസിയേഷൻ സംഭവിക്കുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയോജെനസിസ്. ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഫങ്ഷണൽ സ്പേംസ് ഫ്രോം ദ സ്പെർമാറ്റിഡ്സ്. ഓക്കെ, ഇതാണ് സ്പെർമാറ്റോജെനസിസിൻ്റെ ഓവറോൾ ഫേസസ് പ്രൊസീഡ് ചെയ്യുന്ന മെക്കാനിസം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യത്തെ തന്നെ വേറൊരു ഡയഗ്രം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ ഡയഗ്രത്തിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രൈമോഡിയൽ ജേം സെൽസിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത സ്പെർമാറ്റോഗോണിയയാണ് ഇവിടെ കാണുന്നത്. ആ സ്പെർമാറ്റോഗോണിയം ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, റിപ്പീറ്റഡ് റൗണ്ട്സ് ഓഫ് മൈറ്റോസിസിന് വിധേയമാകുന്നു. സ്പെർമാറ്റോഗോണിയ സെൽസിൻ്റെ പ്രത്യേകത, അവയെല്ലാം ഡിപ്ലോയിഡ് സെൽസാണ്. മൈറ്റോസിസ് ആണ് സംഭവിക്കുന്നത്, ക്രോമസോം നമ്പറിന് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടാകുന്ന സ്പെർമാറ്റോഗോണിയ ഗ്രോത്ത് ഫേസിന് വിധേയമാകുന്നു. അങ്ങനെ അവയിൽ നിന്ന് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റെയും ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 2n ആണ്, ഡിപ്ലോയിഡ് നമ്പറാണ്. ഇനി അടുത്തത് മച്ചുറേഷൻ ഫേസ് ആണ്. മച്ചുറേഷൻ ഫേസിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ 2 മിയോട്ടിക് ഡിവിഷൻസ് നടക്കുന്നു. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ റിഡക്ഷൻ ഡിവിഷനാണ്. അങ്ങനെ 2 സെൽസ് ഉണ്ടാകുന്നു. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവയുടെ ക്രോമസോം നമ്പർ n ആണ്. ഇനി സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ജസ്റ്റ് ഡ്യൂപ്ലിക്കേഷൻ മാത്രമാണ്.
അപ്പോൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 2 വീതം, അങ്ങനെ ടോട്ടൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സ് ഉണ്ടാകുന്നു. ഈ സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്നത് സ്പെറിക്കലായിട്ടുള്ള സെൽസ് ആണ്. അവർ ഫങ്ഷണൽ സ്പേംസ് ആയിട്ട് മാറിയിട്ടില്ല. ഫങ്ഷണൽ സ്പേംസ് ആയിട്ട് മാറുന്ന ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയോജെനസിസ്. അതായത് ഹെഡ്, മിഡിൽ പീസ്, ടെയില് ഒക്കെ ഉള്ള ഫങ്ഷണൽ സ്പേംസ് ഉണ്ടാകുന്നു. അപ്പോൾ ആദ്യത്തെ നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഫേസിലും ഗ്രോത്ത് ഫേസിലും ക്രോമസോം നമ്പർ 2n ആണ്, ഡിപ്ലോയിഡ് നമ്പറാണ്. ഇനി മച്ചുറേഷൻ ഫേസിലേക്ക് വരുമ്പോൾ ക്രോമസോം നമ്പർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്പെർമാറ്റോജെനസിസിൻ്റെ ഓവറോൾ സ്കീമാറ്റിക്. ഇനി നമുക്ക് ആ സ്പെർമിയോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം. സ്പെർമിയോജെനസിസ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെറിക്കൽ സ്പെർമാറ്റിഡ്സ് ഇൻ ടു ഫങ്ഷണൽ സ്പേംസ്. ഇപ്പോൾ സ്പേമിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും. അതിനൊരു ഹെഡുണ്ട്, മിഡിൽ പീസുണ്ട്, ടെയിലുണ്ട്. ഈ സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്ന ആ സെൽസിന്, ഹാപ്ലോയിഡ് സെൽസിന് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഇല്ല. അത് മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഉള്ളൂ ഫങ്ഷണൽ സ്പേംസ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പോൾ സ്പെർമാറ്റിഡ്സിന് അതിൻ്റെ ഓവറോൾ ഓർഗനൈസേഷനിൽ മാറ്റങ്ങളുണ്ടായി ഫങ്ഷണൽ സ്പേംസ് ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയോജെനസിസ്. ഇപ്പോൾ സ്പെർമാറ്റിഡ്സിൻ്റെ ഓവറോൾ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ അതിന് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അതിനകത്താണ് ഹാപ്ലോയിഡ് ജനറ്റിക് മെറ്റീരിയൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഗോൾജി അപ്പാർട്ടസ്, മൈറ്റോകോൺട്രിയ ഇതുപോലെയൊക്കെയുള്ള സെല്ലുലാർ ഓർഗനൽസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ റീഅറേഞ്ച് ചെയ്യും. ന്യൂക്ലിയസിൻ്റെ സൈസിന് വലിയൊരു റിഡക്ഷൻ ഉണ്ടാകും. അതായത് സെല്ലിൽ നിന്ന് എക്സസീവായിട്ട് വാട്ടർ ലോസ് ഉണ്ടായി ന്യൂക്ലിയസിൻ്റെ സൈസ് ചുരുങ്ങും. അപ്പോൾ ന്യൂക്ലിയർ കമ്പാർട്ട്മെൻറ്റിൻ്റെ സൈസ് ചുരുങ്ങുമ്പോഴേക്കിന് ക്രോമസോംസ് വളരെ ടൈറ്റ്ലി പാക്ഡ് ആകും. ദെൻ ടിപ്പിൽ ഈ സ്പെർമാറ്റിഡ്സിൻ്റെ ടിപ്പിൽ അക്രോസോം ഗ്രാന്യൂൾസ് ഡെവലപ്പ് ചെയ്യും. അതായത് സ്പേമിൻ്റെ ടിപ്പിൽ ഉള്ള സ്ട്രക്ചേഴ്സാണ് അക്രോസോം എന്ന് പറയുന്നത്. ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചറാണ് അക്രോസോം. ഈ അക്രോസോം ആണ് ഫീമെയിലിൻ്റെ ഓവത്തിൻ്റെ എൻവലപ്പിനെയൊക്കെ പെനട്രേറ്റ് ചെയ്യാൻ സ്പേമിനെ സഹായിക്കുന്നത്. അങ്ങനെ അകത്ത് കയറി ആംഫിമിക്സിസ് ഒക്കെ നടത്താൻ സഹായിക്കുന്നത് ഈ ടിപ്പിലുള്ള പെക്യുലിയാരിറ്റീസാണ്. അപ്പോൾ അങ്ങനെ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് അക്രോസോമൽ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. ആ അക്രോസോമൽ ഗ്രാന്യൂൾസ് സ്പെർമാറ്റിഡ്സിൻ്റെ ടിപ്പിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇനി സെൻട്രിയോൾസ് അവ റീഅറേഞ്ച് ചെയ്ത് പ്രോക്സിമൽ ഡിസ്റ്റൽ സെൻട്രിയോൾസ് ഉണ്ടാകും. ഇവയിൽ നിന്നാണ് ടെയിൽ പീസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് ഫ്ലാജെല്ലം ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ടെയിൽ പീസ് ഡെവലപ്പ് ചെയ്യും. മൈറ്റോകോൺട്രിയ മിഡിൽ പോർഷനിൽ വന്ന് ഓക്യുപ്പൈ ചെയ്യും. ടെയിലിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള, അതിൻ്റെ ബീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൈറ്റോകോൺട്രിയ. അത് മിഡിൽ പീസിൽ വരും, അത് കഴിഞ്ഞ് ടെയില്. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഹെഡ്, മിഡിൽ പീസ്, ടെയില് ഒക്കെ ഉള്ള ഒരു ഫങ്ഷണൽ സ്പേം ഉണ്ടാവും. ഇതിനെയാണ് സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ 4 ഫങ്ഷണൽ സ്പേംസും അതിൽ നിന്ന് സ്പെർമിയോജെനസിസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകും.